ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിത്ര സുമിത്രയെ വിളിച്ച് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളും മുഴുവൻ പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും ആകെ സങ്കടമായി. ഇത്രയും ഒരു മനസാക്ഷിയും മര്യാദയുമില്ലാത്ത ദുഷ്ടനായി പോയല്ലോ തൻ്റെ ഭർത്താവ് എന്നുള്ള രീതിയിൽ നമ്മുടെ ചിത്ര സംസാരിച്ചു. അതുപോലെ തന്നെ ചേച്ചി മരിച്ചു പോയെന്ന് അയാൾ പറഞ്ഞല്ലോ. ഇതൊക്കെ പറയുമ്പോൾ ദീപു അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മളോട് പറഞ്ഞില്ലേ, നീ അത് വിട്ടുകളഞ്ഞേക്കാനായിട്ട് സുമിത്ര പറയാം. അക്കാരണത്താൽ നിങ്ങൾ രണ്ടു വഴിക്ക് ആവരുതെന്ന് സുമിത്ര പറയണു. അത് കേട്ടപ്പോഴും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് കാരണം ഉണ്ടായാലും ദീപുവേട്ടൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ്. ദീപുവേട്ടൻ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു എന്നുള്ള കാര്യവും പിന്നെ മുൻപത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയി. എന്നാൽ അടുത്തിടെ അനിരുദ്ധ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് അപ്പോഴെങ്കിലും അയാൾക്ക് അവനോട് സത്യം പറഞ്ഞുകൂടായിരുന്നോ? വിശ്വസിക്കാൻ പറ്റാത്തവനാ ദീപുവേട്ടൻ. സത്യ ചേച്ചി ഞാനീ പറയുന്നേ, അകത്തും പുറത്തും രണ്ട് മനുഷ്യനായ ആളെന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ, അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല മോളെ അവൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും ചേച്ചി അയാളെ ന്യായീകരിക്കുകയാണെന്ന് ചിത്ര ചോദിച്ചു സുമിത്രയോട്. എനിക്ക് അയാളുടെ മുഖത്ത് പോലും നോക്കാൻ ഇപ്പൊ പേടിയാ, അറപ്പാ, വെറുപ്പാണെന്നൊക്കെ പറയണു. എന്തൊക്കെയായിരിക്കും എന്നിൽ നിന്ന് അയാൾ മറച്ചു വെച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിത്ര ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലം അയാൾ പറയുന്നതൊക്കെ വിശ്വസിച്ച് ഞാൻ അയാൾക്ക് കൂടെ നിന്നു. എന്നോട് തന്നെ എന്തൊക്കെ കള്ളങ്ങള് അയാൾ പറഞ്ഞിട്ടുണ്ടാവുക. ചേച്ചി, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. സത്യസന്ധനയല്ല എനിക്ക് കിട്ടിയത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്. എനിക്ക് നല്ല വിഷമമുണ്ട് ചേച്ചി, ഞാൻ ഇനി എന്നെ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അനിയനല്ലേ അവൻ, ചെയ്ത തെറ്റിന് ഞാൻ അവനോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് സുമിത്ര പറയണു. ഇതിന്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമകരമായ ഒന്നും സംഭവിക്കാൻ പാടില്ല മോളെ, നീ അങ്ങനെ ചിന്തിക്കരുത്. അപ്പൊ എനിക്ക് വയ്യ ചേച്ചി, ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ എനിക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നില്ല എന്ന്. എനിക്ക് അയാളെ ഒന്ന് നോക്കാൻ പോലും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അയാൾ ഒരു ചതിയനാ ചേച്ചി, അയാളെ നമ്മൾ വിശ്വസിച്ചുകൂടാ. അയാൾ ഇനിയും നമ്മളെ ചതിക്കും. അകന്നു പോകുന്നതാണ് നല്ലതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുക ചേച്ചി. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കോട്ടെ എന്ന് ചിത്ര ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കാം. ചേച്ചിയുടെ അനുവാദം ചോദിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. അപ്പൊ നീ എങ്ങും പോകരുത്, നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. നീ എന്താ അതനുസരിക്കില്ലേ? എല്ലാം ശരിയാകും മോളെ, എല്ലാം ശരിയാകും. നിനക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയും. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. കുറ്റബോധം കാരണം അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നീ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഇനി അവനിൽ നിന്ന് തെറ്റായി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നീ ക്ഷമിക്ക് ചിത്ര എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക സുമിത്ര. ചിത്ര, നിനക്ക് ചേച്ചിയോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന നീ കേൾക്കണം. നിസ്സാരമായി ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും അകന്നു പോകരുത് മോളെ. അപ്പോ ചേച്ചി പറയുന്നത് നിന്നും കേൾക്കണില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും ചിത്ര ഇങ്ങനെ ഇരിക്കുക. ചിത്രേ, എനിക്ക് വേണ്ടി നീ അവിടെ തന്നെ നിൽക്കണം, നീ അവിടെ നിന്ന് പോകരുത്, എല്ലാം ശരിയാകും മോളെ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിത്രയെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യവും പറഞ്ഞിങ്ങനെ ഫോണിൽ സംസാരിച്ച് കരഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ചിത്ര ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്നു, സുമിത്ര ഇവിടെ വിഷമിച്ചിരിക്കുന്നു. രണ്ടുപേരും ഭയങ്കര വിഷമം. സുമിത്ര മാവിട്ട് കരയുവാണ് ഈ സംസാരമൊക്കെ കഴിഞ്ഞ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പങ്കജും പൂജയും കൂടി നേരെ വീട്ടിലോട്ട് വരുന്നു. അപ്പോഴേക്കും രഞ്ജിത അങ്ങ് ഇറങ്ങി ചെന്നു. നീ എന്താ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്, വീട്ടിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആന്റിയെ കാണാൻ വന്നതാണെന്ന് പൂജ പറയുക. എന്നെ കാണാനോ, അതെന്താ പോലും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു. അപ്പൊ വിഷമിക്കരുത് ആന്റി, എന്റെ കാര്യമൊക്കെ ആന്റി മറന്നേക്കുക. അച്ഛൻ എഴുതി തന്നതല്ലേ ആന്റി കൈവശം വെച്ചിരിക്കുന്നത് എന്ന് പൂജ ചോദിക്കാം. അതിലിപ്പോ എന്താ തെറ്റുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓരോന്ന് ആലോചിച്ച് വെറുതെ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയണു. ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ. എടാ, ഞാൻ മെഡിസിൻ കഴിക്കുന്നത് നീ പൂജയോട് പറഞ്ഞല്ലേ? അയ്യോ, ഇവളിപ്പോ അറിഞ്ഞാൽ എന്താ മമ്മി കുഴപ്പം? പൂജ അന്യൊന്നും അല്ലല്ലോ എന്ന് പങ്കജ്. മോളെ, ഇവന്റെ കാര്യം അത് ഓർത്തിട്ടൊന്നും അല്ല, എനിക്ക് നിന്റെ കാര്യം ഓർത്ത വിഷമമെന്ന് രഞ്ജിത ഭയങ്കര അഭിനയം. എങ്ങനെ കഴിഞ്ഞിരുന്നവൾ അന്നി? അതെ, മമ്മിയെ സാന്ത്വനിപ്പിക്കാനായിട്ടാണ് ഇവള് വന്നത്. ഇനി ഓരോന്ന് പറഞ്ഞ് മമ്മി ഇവളെ സങ്കടപ്പെടുത്തരുതെന്ന് പങ്കജ് നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അമ്മയും മോനും കൂടി ഭയങ്കര ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ് സംസാരിച്ച്. അപ്പൊ കൂടെ നിൽക്കുന്നവരെല്ലാവരും ചതിക്കുകയാണോ എന്നുള്ള ഒരു തോന്നല് ഇവൾക്കുണ്ട്. ദീപങ്ങൾ ചെയ്തത് ഇവൾക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ള കാര്യങ്ങൾ അന്നേരം പങ്കജ് പറയാം. ആ സമയം മോളെ, നീ എന്തിനാ അതൊക്കെ ഓർത്തോണ്ടിരിക്കുന്നേന്ന് ചോദിച്ചു. പിന്നെ അത് അവർ അനിയനും ചേച്ചിയും തമ്മിലുള്ള വിഷയമല്ലേ എന്നും ചോദിച്ചു. അതൊന്നും നീ ചിന്തിക്കണ്ട, ചേച്ചി മരിച്ചു എന്ന് അവൻ പറഞ്ഞു. അവനെ
അതും അതിനപ്പുറവും പറയുന്നവനാ. മോളൊന്നും കാര്യമാക്കണ്ട, അവനൊരു കള്ളനാണെന്ന് എനിക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചൊടിപ്പിക്കുവാണ്. അവര് തമ്മിൽ തെറ്റും ഒന്നാകും, മോൾ അതിലൊന്നും ഇടപെടാൻ പോവണ്ടെന്ന് പറഞ്ഞു. അവരുടെ കാര്യം ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. ഉപദേശിക്കുന്ന ആളെ വലിയൊരു ടെൻഷനിൽ വീണിരിക്കുകയാണെന്ന് പങ്കജ് നേരം പറഞ്ഞു. ഇത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതിനൊക്കെ വേണ്ടി മെഡിസിൻ കഴിക്കുന്നുമുണ്ട്, എന്നിട്ടായി പറച്ചില്ല. അപ്പൊ അതിന്റെ മോളെ ഓർത്തിട്ടാണെന്ന് രഞ്ജിത. സ്വന്തം ചോരയല്ലേ, വിഷമം കാണില്ലേ എന്നൊക്കെ രഞ്ജിത ഭയങ്കര സ്നേഹത്തിൽ പറയുന്നു. പിന്നെ മോളുടെ വീട്ടില് കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. സിദ്ധാർത്ഥന് സുഖായെന്ന് ചോദിച്ചപ്പം സുഖായി വരുന്നുണ്ട് ആന്റി എന്ന് പറഞ്ഞു. അയാൾ എങ്ങനെയാ, ഇപ്പോ നല്ല നിലയിലൊക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നണേന്ന് പൂജയും പറഞ്ഞു. സിദ്ധാർത്ഥൻ തിരിച്ചു വന്നത് കൊണ്ട് സുമിത്ര ഹാപ്പി ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോ പൂജയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറിയിട്ടോ. അയാളെ ഉപേക്ഷിച്ച് എന്റെ ഏട്ടനെ കെട്ടിയ ആളാ. ഏട്ടൻ മരിച്ചപ്പോ അയാളെ വീണ്ടും വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. അത് സരസ്വതി അച്ഛമ്മ നിർബന്ധിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോ എന്ത് നിർബന്ധിച്ചാലും അങ്ങനെയൊക്കെ ചെയ്യാവോ? അത് ശരിയാണോ മോളെ? അവള് ചെയ്തത് ഒട്ടും ശരിയായില്ല. ആളുകൾ അതും ഇതൊക്കെ പറയാനായിട്ട് തുടങ്ങി. പിന്നെ എങ്ങനെ പറയാതിരിക്കും? ഉപേക്ഷിച്ച ആദ്യ ഭർത്താവിനെ വീണ്ടും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പൂജയുടെ മുഖമൊക്കെ വല്ലാതെയായി. ഇതൊക്കെ പങ്കജ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്റെ ഏട്ടൻ ഒന്നിച്ച് കഴിയുമ്പോഴും അവളുടെ മനസ്സിൽ സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാനെന്നൊക്കെ പറഞ്ഞിങ്ങനെ പിടിപ്പിക്കുക. പാവം എന്റെ ഏട്ടൻ അവളെ വല്ലാണ്ടങ്ങ് സ്നേഹിച്ചു, വല്ലാണ്ടങ്ങ് വിശ്വസിച്ചു. അവള് ചതിക്കുകയായിരുന്നല്ലേ? അല്ല, എത്ര കാലം സിദ്ധാർത്ഥൻ നാട്ടിലുണ്ടാകുമെന്ന് നേരം ചോദിക്കാതെ രഞ്ജിത. ഇനി എന്താ, അയാൾ തിരിച്ചു പോകുന്നില്ലേ എന്നൊക്കെ. സുമിത്രയുടെ വീട്ടില് സ്ഥിരതാമസമാക്കാനായിട്ടൊക്കെയാണോ അയാളുടെ പ്ലാൻ? അതൊന്നും എനിക്കറിയില്ല എന്ന് പൂജ നേരം പറഞ്ഞു. അതൊന്നും എന്താ മോളറിയാത്തെ? അതൊക്കെ മോളറിയണ്ടേ? മുമ്പത്തെ പോലെ മക്കളും ഒത്ത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവര് കഴിയുകയായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൂജയുടെ സമാധാനം കിടത്തുക. അപ്പോ ആന്റി ഇങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, എന്റെ അച്ഛനെ മറന്നിട്ടൊന്നുമില്ല എന്റെ അമ്മ. അപ്പോ അതൊക്കെ നിന്റെ മുന്നിലുള്ള വെറും അഭിനയം മാത്രമായിരിക്കും മോളെ എന്നും പറഞ്ഞ് രഞ്ജിത. ഇനി അങ്ങോട്ട് സിദ്ധാർത്ഥനും സുമിത്രയും ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ കഴിയും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അതൊക്കെ കേട്ട് ഇങ്ങനെ ആകെതായിട്ട് നിൽക്കുക പൂജ. അവരെല്ലാവരും ഒന്നാകും, അവസാനം നീ ഔട്ടാകും എന്നൊക്കെ പറഞ്ഞു പേടിപ്പിക്കുക. പങ്കജിന് വളരെ ഹാപ്പിയായി. അവരെല്ലാവരും രക്തബന്ധത്തിലുള്ളവരാ. അച്ഛൻ, അമ്മ, മുത്തശ്ശി, മക്കള്, എല്ലാവരും ഒരേ രക്തം. അവിടെ പുറത്താകുന്നത് നീയാ. അവർക്ക് ആരുമല്ല നീ, അവരെല്ലാവരും കുടുംബക്കാരാ. നീ വെറും കറിവേപ്പില. നീ ഒരു അതുകപ്പറ്റ് തന്നെ അവർക്ക് എന്നും. അത് നാളെയും അങ്ങനെ തന്നെയാകും. നീ എന്തിനാ വെറുതെ ഇനി അവിടെ താമസിക്കുന്നത്? മോൾ ഇനി ഇവിടെ താമസിച്ചാ മതി, പൊന്നുപോലെ നോക്കും മോളെ ആന്റി എന്നൊക്കെ പറഞ്ഞപ്പോ ശരിയാ, അതേ പൂജ, ഇവിടത്തെ പൂജയ്ക്ക് താമസിക്കാവല്ലോ എന്ന് പങ്കജ് പറയുക. മുമ്പ് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇനി ഒരിക്കലും അത് ഉണ്ടാവില്ല മോളെ. മോള് ഞങ്ങൾക്കൊപ്പം ഇവിടെ തന്നെ താമസിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതൊക്കെ കേട്ടപ്പം അതൊന്നും വേണ്ട ആന്റി, എന്നോടമ്മ മകളെ പോലെ തന്നെയാ ഇപ്പോഴും പെരുമാറുന്നത്. അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് പോരുന്നത് ശരിയല്ല. മക്കള് സ്നേഹിക്കുന്നത് പോലെ തന്നെയാ അമ്മ എന്നെയും സ്നേഹിക്കുന്നത്. ഇന്ന് വരെ അമ്മ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു പൂജ. പിന്നെ എന്റെ അമ്മയോടൊപ്പം മാത്രമേ ഞാൻ താമസിക്കത്തുള്ളെന്നു. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോന്തേ വലിച്ച് കയറ്റിപ്പിടിച്ച് നിൽക്കുവാണ്ട് രഞ്ജിത. പിന്നെ ആന്റിയുടെ നല്ല മനസ്സിനെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എന്റെ അമ്മയെ ഒഴിവാക്കാൻ ഒരിക്കലും കഴിയില്ല എന്നും പൂജ അവിടെ നിന്നങ്ങ് പറഞ്ഞു. അമ്മയും മോനും കൂടെ വല്ലാണ്ടായി നിൽക്കുക. അപ്പൊ ഞാൻ പോട്ടെ പങ്കജ് എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു. നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പം അല്ല ഞാൻ കൊണ്ടുവിടാം, വേണ്ട ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞ് പൂജ അവിടെ നിന്ന് അങ്ങ് പോണു. പൂജ അങ്ങ് യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് ചിരിച്ചോണ്ട് നിൽക്കുക രണ്ടുപേരും കൂടി. പൂജ പോയപ്പോ അവളെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ എന്ന് അമ്മ മകനോട് പറയുന്നു. എങ്കിൽ നിനക്ക് അവളോട് വേഗത്തിൽ അടുക്കാൻ കഴിയും, വിവാഹം പെട്ടെന്ന് നമുക്ക് നടത്താനും കഴിയുമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് പങ്കജ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പകുതി വഴി വരെ പൂജ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം എന്നും പറഞ്ഞു. അമ്മയും മോനും പ്ലാൻ ചെയ്ത് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് സുമിത്രയാണ്. സുമിത്ര അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ ശീതൾ അങ്ങോട്ടേക്ക് വന്നു. അമ്മ ഞാൻ ചെയ്തോളാവെന്നും പറഞ്ഞു. അമ്മയോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ അതൊന്നും വേണ്ട മോളെ, ഞാൻ ചെയ്തോളാമെന്ന് സുമിത്രയും പറഞ്ഞു. അതാണ് ഇവള് സമ്മതിക്കില്ല. എല്ലാ ജോലിയും ഇവൾക്ക് തന്നെ കയറി അങ്ങ് ചെയ്യണം. മറ്റുള്ളവര് ചെയ്താൽ ഇവൾക്ക് തൃപ്തി ആവത്തുമില്ല. അതുകൊണ്ടാ ഞാനൊരു ജോലിയും ചെയ്യാത്തതെന്ന് സരസ്വതി അമ്മ പറയുമ്പം അത് മനസ്സിലായെന്ന് പറഞ്ഞു ശീതൾ. അല്ലെങ്കിൽ തന്നെ ഈ വീട് മുഴുവനും ഇപ്പൊ വൃത്തിയാക്കേണ്ട കാര്യം എന്താ? മുറിയൊക്കെ ഒരുക്കുന്നുണ്ടല്ലോ. അപ്പോ എന്റെ മോനും അനിരുദ്ധും കുടുംബവും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്.
അവർക്ക് വേണ്ടിയാ ഞാൻ മുറിയൊക്കെ ഒരുക്കുന്നതെന്ന് സുമിത്ര പറഞ്ഞു. അനിരുദ്ധേട്ടൻ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞിരുന്നു അമ്മേ. അപ്പൊ എന്തിനാ പറയുന്നത്? ഊഹിക്കാലോ അവൻ വരുമെന്ന്. എന്താ മോളെ, എന്റെ മോൻ എന്റെ കൂടെ അല്ലാതെ മറ്റാരുടെ കൂടെയാ താമസിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് സരസ്വതിയമ്മയുടെ മുഖമൊക്കെ വല്ലാണ്ടായിട്ടോ. അവൻ ഇങ്ങോട്ട് വരും മോളെ എന്ന് പറഞ്ഞു. കൂടെ എന്റെ കൊച്ചുമോളും അനന്യയും ഒക്കെ ഉണ്ടാകും. എല്ലാവർക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ സുമിത്ര എന്ന് ചോദിച്ചപ്പോ പിന്നെ ഇല്ലാതെ, സിദ്ധാർത്ഥൻ ഇപ്പൊ ഉപയോഗിക്കുന്ന മുറിയും അവർക്ക് കൊടുക്കാവല്ലോ എന്ന് പറഞ്ഞു. ഓ, അപ്പൊ അതാണ് മനസ്സിലല്ലേ? അതെ, ഇനിയിപ്പോ എന്താണെന്ന് സുമിത്ര ചോദിച്ചു. മോളെ, ശ്രീനിലയം പോലെ ഈ വീടും ആളുകളെ കൊണ്ട് നിറയും. അതൊക്കെ പറഞ്ഞ സുമിത്ര പറയും. വീണ്ടും നമ്മളൊരു വലിയ കുടുംബമായി ഒന്നിച്ച് ജീവിക്കാൻ പോവാ മോളെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് സരസ്വതി ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. നിന്റെ കൂടെ സച്ചിനും ഇവിടെ വേണമായിരുന്നു എന്നും ഒരു നാൾ പ്രതീക്ഷയും വരും. അങ്ങനെ എല്ലാവരും വരും. പഴയ സന്തോഷം തിരിച്ചു പിടിക്കണം നമുക്കെന്നൊക്കെ സുമിത്ര പറഞ്ഞപ്പം, പിന്നെ സുമിത്രേ, നീ പറഞ്ഞല്ലോ സിദ്ധു താമസിക്കുന്ന മുറി അനിരുദ്ധന് കൊടുക്കാമെന്നുള്ളത്. അപ്പോ എന്റെ മോൻ എവിടെ പോയി താമസിക്കും എന്ന് സരസ്വതിയമ്മ ചോദിക്കുക. നീ എന്താ അവനെ എവിടെ നിന്ന് പുറത്താക്കാൻ പദ്ധതി ഇടുകയാണോ എന്ന് ചോദിച്ചു. ആണോന്നാ ചോദിച്ചത്. സുമിത്ര ഒന്നും മിണ്ടുന്നില്ലേ, ചിരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ വല്ല ഉദ്ദേശവും നിന്റെ മനസ്സിലുണ്ടെങ്കിലേ അത് നീ അങ്ങ് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. അതെന്തായാലും നടക്കുന്ന കാര്യമല്ല സുമിത്രേ. ഞാൻ എവിടെയുണ്ടോ അവിടെ എന്റെ മോനും കാണും. അതിനൊരു മാറ്റവും ഇല്ല എന്റെ സുമിത്ര എന്നൊക്കെ പറഞ്ഞു. നിനക്ക് മാത്രമല്ലല്ലോ മക്കളുടെ കൂടെ താമസിക്കണമെന്ന് അവനും എന്തായാലും ആഗ്രഹം കാണില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം, അമ്മേ, അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ശീതൾ അമ്മയോട്. മക്കൾ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോയി ജീവിക്കട്ടെ എന്ന് സുമിത്ര പറയാ. അത് കേട്ടപ്പോ അവൻ എന്റെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു. ഓ, അപ്പോ സിദ്ധുവിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് നീ അങ്ങ് കയറി തീരുമാനിച്ചു. പറഞ്ഞു വിടുന്നതല്ല, അദ്ദേഹം പോകണം എന്ന് സുമിത്ര പറയാ. അപ്പോ അമ്മയുടെ മുഖം വാടി. കുറച്ചു ദിവസം താമസിക്കാനായി വന്നതല്ലേ. എന്തായാലും സിദ്ധാർത്ഥൻ ഇവിടെ നിന്ന് പോകേണ്ടി വരും. പോയേ പറ്റൂ എന്ന് സുമിത്ര പറയാം. മുൻപ് വേർപിരിഞ്ഞതിന് ശേഷം എങ്ങനെയാണോ കഴിഞ്ഞത് ആ അകലം ഞാനും സിദ്ധാർത്ഥനും തമ്മിൽ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് സുമിത്ര. ഒന്നിച്ചുള്ള ജീവിതം പോയിട്ടോ ഒന്നിച്ചുള്ള താമസം പോലും ഉണ്ടാകില്ലെന്നും സുമിത്ര തറപ്പിച്ചു പറഞ്ഞു. അതൊക്കെ കേട്ട് മകളും അമ്മയും ഒക്കെ ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുക. സുമിത്രയുടെ കടുത്ത തീരുമാനം തന്നെയായിരുന്നു അത് സിദ്ധുവിന്റെ കാര്യത്തിൽ. അങ്ങനെ സുമിത്രയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ സുമിത്ര അവിടെ നിന്ന് ഇവരോട് പറഞ്ഞിട്ട് അങ്ങ് പോയി. സരസ്വതി അമ്മയ്ക്ക് ടെൻഷൻ കൂടി. സരസ്വതി അമ്മ ഇരുന്ന് ആലോചന അങ്ങ് തുടങ്ങി, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരിതില്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുമ്പോൾ ഇവിടെ അനിരുദ്ധിന്റെ അരികിൽ വിശ്വൻ സംസാരിക്കാനായിട്ട് വന്നിരിക്കുക. മോനെ അനിരുദ്ധെ, പെട്ടെന്ന് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? ഇത് ജീവിതമല്ലേ മോനെ. ഒരു തീരുമാനം എടുക്കും മുൻപ് മുന്നും പിന്നും ഒക്കെ വ്യക്തമായിട്ടൊന്ന് ചിന്തിക്കണ്ടേ മക്കളെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്കിനി കൂടുതൽ ചിന്തിക്കാനായിട്ട് ഒന്നുമില്ലെന്നും ഞാനെടുത്ത തീരുമാനത്തിന് ഇനി ഒരു മാറ്റം ഉണ്ടാകില്ലെന്നും അനിരുദ്ധ് പറയാം. മോനെ, അനന്യയ്ക്ക് ഒരബദ്ധം സംഭവിച്ചു എന്ന് കരുതി അവൾക്ക് മാപ്പ് കൊടുത്തൂടെ? അപ്പോ അബദ്ധോ? എന്തബദ്ധം അവൾക്ക് സംഭവിച്ചത്? നിങ്ങൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നതാണോ അബദ്ധം? അതിന് അബദ്ധം എന്നാണോ പറയുന്നത്? നിങ്ങൾ ചെയ്തതേ ഓർക്കാനാവാത്ത തെറ്റ് തന്നെയാ. ആ ചതി ന്യായീകരിക്കുന്നതിലൂടെ അവളും അതിനെ കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാനാകില്ല എന്ന് പറഞ്ഞു. അനിരുദ്ധ് മോനെ, എനിക്കിപ്പോ സംശയമുണ്ട്. അച്ഛനും അമ്മയും കാണിച്ച ചതിക്ക് അനന്യയ്ക്കും പങ്കുണ്ടോ എന്ന്. അയ്യോ മോനെ, നീ അങ്ങനെ അവളെ ഒരിക്കലും സംശയിക്കില്ല അനിരുദ്ധേ. അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവൾ ഇതിൽ നിരപരാധിയാണ്. ഏതായാലും എനിക്ക് അവളിലുള്ള എല്ലാ വിശ്വാസവും തീർന്നു. വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ബന്ധത്തിന് എന്താ അർത്ഥമാണ് ഉള്ളത്? ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് തന്നെയല്ലേ നല്ലതെന്ന് അനിരുദ്ധ വിശ്വനോട്. അതുകൊണ്ടാ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഞാനത് ചെയ്യുകയും ചെയ്യും. എനിക്കിനി മുന്നും പിന്നും നോക്കണ്ട. അനിരുദ്ധും അനന്യയും തമ്മിലുള്ള ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവാ. ഞാനിനി ജീവിക്കാൻ പോകുന്നത് എന്റെ അമ്മയ്ക്കും സ്വരമോൾക്കും വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ അനിരുദ്ധ് പറഞ്ഞു. അങ്ങനെ ഒരു ലൈഫ് മാത്രം മതി എനിക്കുന്നു. അത് പിന്നെ അനന്യ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച സാഹചര്യമോ നീ മനസ്സിലാക്കാൻ പറഞ്ഞപ്പോ ഒരു സാഹചര്യങ്ങളും എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഒരു വിശദീകരണവും എനിക്ക് കേൾക്കേണ്ട കാര്യവും ഇല്ല. സത്യത്തിൽ എനിക്കിപ്പോ എല്ലാവരോടും നല്ല വെറുപ്പാ. എന്നോട് ഇതൊക്കെ അങ്കിളിനെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വിശ്വൻ ഇങ്ങനെ പറയാം. എന്തായാലും എനിക്കത് അനന്യോടുള്ള പകയും വിദ്വേഷവും ഒക്കെ എനിക്ക് കൂടും നിങ്ങൾ ഇങ്ങനെ എന്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിച്ച. സ്വരമോളെ കൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അരികിലേക്ക് ഇപ്പൊ തന്നെ പോകുമെന്ന് പറഞ്ഞു. അനി മോനെ, പറഞ്ഞ് തീർത്ത തെറ്റിദ്ധാരണയൊക്കെ പരിഹരിക്കാവുന്ന ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങളുടെ വിവാഹബന്ധം വേർപെടുത്തിയാൽ അതിന്റെ വിഷമം അനുഭവിക്കേണ്ടി വരുന്നത്
ഒന്നും അറിയാത്ത സ്വരമോളാണെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് വിശ്വൻ. അതുകൊണ്ട് നീ ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ മറന്ന് കുറച്ചുകൂടി പക്വതയോടെ ചിന്തിക്കണം എന്നൊക്കെ വിശ്വൻ പറഞ്ഞു. ഡിവോഴ്സ് എന്നുള്ള ചിന്ത നീ മാറ്റിവെച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനിരുദ്ധിന്റെ മനസ്സ് മാറ്റാനായിട്ട്. പിന്നെ മോനെ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക. ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഇന്നിപ്പോ ധൃതി പിടിച്ച് നീ സ്വരമോളയും കൊണ്ട് ഇവിടെ നിന്ന് പോകരുത്. അത് അനന്യക്ക് പെട്ടെന്ന് സഹിക്കാനാവില്ല. അതുകൊണ്ട് ഇന്നൊരു രാത്രി കൂടി സ്വരമോള് അനന്യക്കൊപ്പം കഴിഞ്ഞോട്ടെ. ഇത് എൻ്റെ ഒരു അപേക്ഷയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ ഒന്ന് കാല് പിടിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ആ ഒരു സംസാരം അവിടെ നടക്കണു. പിന്നെ കാണിക്കുന്ന അപ്പുവിനെ ആട്ടോ. അപ്പു ഇങ്ങനെ വഴിയിൽ കാത്തു നിൽക്കുക. ആ സമയത്ത് പൂജ നടന്നു വരുന്നു. അപ്പുവിനെ കണ്ടപ്പോഴത്തേക്കും പൂജ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ പൂജ എന്നും പറഞ്ഞ് അപ്പു വിളിച്ചു. പക്ഷെ പൂജ നിന്നില്ല. പൂജ പോവുകട്ടോ. അപ്പു ആണെ പിന്നാലെ പോകുന്നു. അപ്പോ എന്താണെന്ന് ചോദിച്ചു. നീ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ എനിക്ക് എല്ലാരെയും മനസ്സിലായെന്ന് പൂജ പറയാം. നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും അപ്പച്ചി മരിച്ചു പോയെന്ന് അവരെ വിശ്വസിപ്പിച്ചതിൽ എനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് അപ്പു പറഞ്ഞു. ഇതെല്ലാം അച്ഛൻ ചെയ്തതാണെന്നും അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ എന്ത് പിഴച്ചതാണെന്ന് ചോദിച്ചു അപ്പു. അച്ഛനായാലും മകനായാലും ശരി, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ നേട്ടങ്ങൾ മാത്രമായിരുന്നില്ലേ പ്രധാനം? മറ്റുള്ളവരെങ്ങനെ വിഷമിച്ചാലും നിങ്ങൾക്കാർക്കും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളെല്ലാവരും സ്വാർത്ഥര, വെറും സ്വാർത്ഥർ. അങ്ങനെ അതും പറഞ്ഞ് വഴിയിൽ നിന്ന് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.